ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു കുട്ടിയും തൊണ്ടയിൽ ഒരു വസ്തുവും കുടുങ്ങി മരണപ്പെടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഏറ്റവും ആദ്യം ഈ രീതിയിലുള്ള കളിപ്പാട്ടങ്ങളാണ്. ഓരോ പ്രായത്തിനും അതിനനുസരിച്ചിട്ടുള്ള കളിപ്പാട്ടം വേണം നമ്മൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ ചെറിയ മക്കളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരെ എവിടേക്കാ പോവാ? വായിലേക്ക്, അല്ലെ? അപ്പൊ ഈ ടയറൊക്കെ ഇതൊക്കെ ഊരിപ്പോരാൻ സാധ്യത ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം? ഇവിടെ കുടുങ്ങിയിട്ട് നമ്മുടെ പൊന്നോമനകൾ മരണപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുപാടൊന്നും നമ്മൾ നോക്കണം. അത് നമ്മുടെ കടമയാണ്. അവിടെ വല്ല കോയിനോ ബട്ടനോ പിസ്തയോ റംബൂട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതെടുത്ത് എന്ത് ചെയ്യാം? തൊണ്ടയിലേക്ക് ഇടാം. ഈ രീതിയിലെ ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം മുന്തിരക്ക് ഈ രീതിയിൽ ഒറ്റൊന്നും കൊടുക്കാന്നില്ല, കുട്ടിക്ക് അത് കഴിക്കാൻ കഴിയില്ല. അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. മുലപ്പാൽ കൊടുക്കുന്ന സമയത്താണ് മാതാവ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ആ സമയത്ത് നമ്മൾ അതിൽ മാത്രമേ ശ്രദ്ധ കൊടുക്കാൻ പാടുള്ളൂ.